എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് സത്യവിശ്വാസികളായ പെണ്ണുങ്ങളുടെ അടയാളം അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്റെ സഹോദരിമാരോട് പറയുകയാണ്, ആരൊക്കെ പരിഹസിച്ചാലും, ആരൊക്കെ കളിയാക്കിയാലും, ആരൊക്കെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയാൽ, പടച്ചവനെ നിങ്ങളുടെ ദീനിന്റെ ചുറ്റുപാടുകളിൽ തന്നെ നിങ്ങൾ വളരണേ. കളിയാക്കുന്നവർ കളിയാക്കട്ടെ, പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ, നിന്നെ പുച്ഛിക്കുന്നവർ നിന്നെ പുച്ഛിക്കട്ടെ, പഴഞ്ചനെന്ന് വിളിക്കുന്നവർ വിളിക്കട്ടെ. പക്ഷേ നാളെ പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പരലോകമുണ്ടല്ലോ. ആ പരലോകത്ത് നിനക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല, ഒരിക്കലും നിങ്ങൾക്ക് വേദനിക്കേണ്ടി വരില്ല. ആരൊക്കെ വിചാരിച്ചാലും നിന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് ഉപ്പമാരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ ഇസ്ലാമിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ വളർത്തിക്കോ. ആസിയാ ബീബി റളിയല്ലാഹു തആല അൻഹാ. ആരാണ് ആസിയാ? ആസിയാ ബീബിയുടെ ചരിത്രം നിങ്ങളുടെ പെൺമക്കൾക്ക് പറഞ്ഞു കൊടുത്തു. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിർഔൻ ആസിയാ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഈമാൻ കണ്ട് അത്ഭുതപ്പെട്ടു പോയല്ലോ. ആസിയാ ബീവിയുടെ ഈമാൻ കണ്ടിട്ട് ഫിർഔൻ പോലും അത്ഭുതപ്പെട്ടു പോയല്ലോ. മഹ്ദി മാഷിത ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് വേലക്കാരിയായി അവിടെ ഖിദ്മത്ത് ചെയ്തിരുന്ന പെണ്ണാണ് മാഷിത. മാഷിത ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മുഖത്ത് നോക്കിയിട്ട് സാക്ഷാൽ ഫിർഔൻ പോലും പറഞ്ഞു, മാഷിത നിന്റെ ദീനിന്റെ ഈമാനിന്റെ മുന്നിൽ ഞാൻ പരാജയപ്പെട്ടു പോയി, നിന്റെ വിശ്വാസത്തിന്റെ മുന്നിൽ ഞാൻ പരാജയപ്പെട്ടു പോയി. അതുകൊണ്ട് ആരാണ് മാഷിത എന്ന് പഠിക്കു പെങ്ങള്. ഉപ്പമാരോട് പറയുന്നു, നിങ്ങൾ മാഷിത ബീവിയുടെ ചരിത്രം പറഞ്ഞു കൊടുക്ക്. അല്ലാഹുവേ, മഹ്ദി സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം പറഞ്ഞു കൊടുക്ക്. ഹിജാബ് ധരിക്കാൻ മടി കാണിക്കുന്ന പെണ്ണിനോട് നാളെ സ്വർഗത്തിൽ കടന്നു പോകുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകാൻ കൊതിക്കുന്നവരോട് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമകൾ ഫാത്തിമ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് പോലും ഒരാളെന്റെ ശരീരത്തിന്റെ വടിവ് കാണരുത്, എന്റെ അപുറത്ത് കാണുന്നത് എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞ മഹ്ദിയാണ് ഫാത്തിമ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹ്ദി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ആരാണെന്ന് പറഞ്ഞു കൊടുക്കൂ. ദിന്നൂറുൽ മിസ്രി ആരാണെന്ന് പറഞ്ഞു കൊടുക്കൂ. മൈമൂന ആരാണെന്ന് പറഞ്ഞു കൊടുക്കൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് മഹദിമാരുടെ ചരിത്രം അറിയുമല്ലോ. മഹാനായ മഹദിയായ മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ, ഇവരുടെ ചരിത്രങ്ങൾ വളർന്നു വരുന്ന നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ. പറഞ്ഞു കൊടുക്കാൻ അവരൊക്കെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ഈമാൻ ഉറയ്ക്കുകയാ, അവരുടെ വിശ്വാസം ഉറയ്ക്കുകയാ, നാവിലെ ഈമാൻ അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുകയാ. അല്ലാഹു അവരുടെ ഹൃദയത്തിന്റെ അകത്ത് ഈമാൻ അങ്ങ് ഉറപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പടച്ചറപ്പേ, അല്ലാഹുവിനെ അല്ലാതെ ഒരു മഖ്ലൂക്കിനെയും പിന്നെ അവർക്ക് പേടിയില്ല. അല്ലാഹുവിനെ അല്ലാതെ ഒരു മഖ്ലൂക്കിനെയും അവർ ഭയപ്പെടില്ല. എത്ര വലിയ അക്രമം ചെയ്താലും, എത്ര വലിയ പീഡനങ്ങൾ നടത്തിയാലും, എത്ര വലിയ പരിഹാസങ്ങൾ നടത്തിയാലും അവരുടെ ഈമാനിന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോകുമെന്ന് ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ചു കൊണ്ട് നീ നിന്റെ മക്കളെ വളർത്ത്. ഇല്ലെങ്കിൽ നാളെ പരലോകത്ത് കടന്നു പോകുമ്പോ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നീ ഒരുപാട് നന്മ ചെയ്ത മനുഷ്യനാണ്. നാളെ നന്മ തിന്മകൾ തൂക്കി നോക്കിയിട്ട്
അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ സ്വർഗ്ഗത്തിലേക്ക് കടത്തിവിടുകയാണ്. നിന്നെ റബ്ബ് സ്വർഗ്ഗത്തിലേക്ക് കടത്തിവിടുകയാണ്. നീ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുമ്പോ 5 പെണ്ണുങ്ങളെ നിന്റെ കയ്യിൽ പിടിക്കുകയാ. 5 പെണ്ണുങ്ങളെ നിന്റെ കയ്യിൽ പിടിക്കുകയാ. എന്നിട്ട് അല്ലാഹുവോട് പറയുന്നു, അല്ലാ, ഇവർക്ക് നീ സ്വർഗ്ഗം കൊടുക്കല്ലേ അല്ലാ. പടച്ചവനെ, എന്നെ നശിപ്പിച്ചത് ഇവരാണല്ലാ. എനിക്ക് ഉപദേശം തരാത്തത് ഇവരാണ്. ഇവരാണ് എന്നെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചത്. ഇവരാണ് എന്നെ പിഴപ്പിച്ചത്. പടച്ചവനെ, ഇവർക്ക് സ്വർഗ്ഗം കൊടുക്കല്ലേ എന്ന്. നാളെ നീ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്ന സമയം നിന്റെ കുടുംബത്തിൽ 5 പെണ്ണുങ്ങളുണ്ടല്ലോ, നാളെ റബ്ബിന്റെ മുന്നിൽ നിന്നെ പിടിച്ചു നിർത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പരിചയപ്പെടുത്തുമ്പോ ഭയപ്പെടണം ചെറുപ്പക്കാരാ, ഭയപ്പെടണം സഹോദരാ. 1 നിന്റെ ഉമ്മയാണ്, 2 നിന്റെ കൂടപ്പിറപ്പാണ്, 3 നിന്റെ ഭാര്യയാണ്, 4 നിന്റെ പെൺമക്കളാണ്. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നീ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ അല്ലാഹു നിനക്ക് അവസരം തരുമ്പോ, നിന്നെ റബ്ബ് സ്വർഗ്ഗത്തിലേക്ക് കടത്തി വിടുമ്പോ നിന്റെ ഉമ്മ നിന്റെ കയ്യിൽ പിടിക്കുകയാ, നിന്റെ പെങ്ങള് നിന്റെ കയ്യിൽ പിടിക്കുകയാ, നിന്റെ ഭാര്യ നിന്റെ കയ്യിൽ പിടിക്കുകയാ, നിന്റെ കൂടപ്പിറപ്പ് നിന്റെ കയ്യിൽ പിടിക്കുകയാ, നിന്റെ പെൺമക്കള് നിന്റെ കയ്യിൽ പിടിക്കുകയാ. പടച്ചവനെ, ഇവരാണ് എന്നെ പഠിപ്പിക്കാനത്, ഇവരാണ് എന്നെ പടച്ചവനെ എനിക്ക് ഞാൻ ചോദിക്കുന്നത് മുഴുവനും വാങ്ങിത്തന്നത് ഈ ഉപ്പയാണ്. എനിക്ക് തെറ്റ് പറ്റിയിട്ടും പറഞ്ഞു തരാത്തത് ഇവരാണ്. നാട്ടുകാരുടെ തെറ്റ് പറഞ്ഞു കൊടുക്കുമായിരുന്നു, എന്റെ തെറ്റ് ഇവര് പറഞ്ഞു തന്നില്ല. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് നിന്നെ കൊടുത്തും സ്വർഗ്ഗത്തിലേക്ക് പോകുന്നതിന് നിന്നെ ഇവര് തടയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ചെറിയ ചെറിയ ചെറുപ്പം മുതലേ ദീനിന്റെ ചുറ്റുപാടിൽ വളർത്ത്. ചെറുപ്പം മുതലേ അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മക്കളെ വളർത്ത്. അങ്ങനെ പടച്ചവനെ, ആ ചെറുപ്പത്തിലെ ശീലമങ്ങ് ചുടലവരെ മരണം വരെ എന്നാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ വളർത്ത്, ദീനീപരമായി ചിന്തിക്ക്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ, എന്റെ ഉമ്മത്തിനൊരു കാലഘട്ടം വരും സ്വഹാബാ.